नमस्कार दोस्तों, आज हम हिंदी की कुछ प्रसिद्ध महिला लेखिकाओं और उनकी आत्मकथाओं के बारे में सीखते हैं। ഫസ്റ്റ് വൺ ജാനകി ദേവി ബജാജ്. ജാനകി ദേവി ബജാജിൻ്റെ മേരി ജീവൻ യാത്ര 1956 ഈസ്വി. ജാനകി ദേവി ബജാജിൻ്റെ മേരി ജീവൻ യാത്രയാണ് മഹിളാ ലേഖികമാരിലെ ഫസ്റ്റ് ആത്മകഥയായിട്ട് കണക്കാക്കുന്നത്. अगला है प्रतिभा अग्रवाल. പ്രതിഭ അഗ്രവാൾ की ദസ്തക് ജിന്ദഗി की മോഡ് ജിന്ദഗി का. അവർ രണ്ട് പാർട്ടായിട്ടാണ് ആത്മകഥ എഴുതിയിട്ടുള്ളത്. ദസ്തക് ജിന്ദഗി का മോഡ് ജിന്ദഗി की. ഫസ്റ്റ് പാർട്ട് 1990 ഈസ്വിയിലും സെക്കൻഡ് പാർട്ട് 1996 ഈസ്വിയിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് കുസും അൻസലിൻ്റെ ജോ കഹാ നഹി ഗയ. അവരുടെ ആത്മകഥയാണ് ജോ കഹാ നഹി ഗയ. പബ്ലിഷ് ചെയ്ത ഇയർ 1996 ഈസ്വിയിലാണ് കുസും അൻസലിൻ്റെ ജോ കഹാ നഹി ഗയ പബ്ലിഷ് ആയത്. അടുത്തത് ശിവാനി. ശിവാനിയുടെ സുനഹു താത് യേ അക്കത് കഹാനി എന്ന ആത്മകഥ. സുനഹു താത് യേ അക്കത് കഹാനി. അത് 1998 ഈസ്വിയിലാണ് പബ്ലിഷ് ആയത്. പത്മ സച്ദേവ് की ബൂന്ദ് ബാവടി. പത്മ സച്ദേവിൻ്റെ ആത്മകഥയുടെ പേരാണ് ബൂന്ദ് ബാവടി. അതിൻ്റെ ഇയർ 1999 ഈസ്വിയാണ്. നെക്സ്റ്റ് ഷീല ജുൻജുനവാല. ഷീല ജുൻജുനവാലയുടെ കുച്ച് കഹി ഓർ കുച്ച് അൻകഹി പബ്ലിഷ് ചെയ്തത് 2000-ലാണ്. 2000 ഈസ്വിയിൽ കുച്ച് കഹി ഓർ കുച്ച് അൻകഹി എന്ന ആത്മകഥ ഷീല ജുൻജുനവാല. അടുത്തത് കൃഷ്ണ അഗ്നിഹോത്രിയുടെ ആത്മകഥയാണ്. അത് രണ്ട് പാർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലഗ്താ നഹി ഹെ ദിൽ മേര 1997 ഈസ്വിയിലും ഔർ ഔരത്ത് 2010-ലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണ അഗ്നിഹോത്രിയുടെ ലഗ്താ നഹി ഹെ ദിൽ മേരയും ഔർ ഔരത്ത് രണ്ട് പുസ്തകമാണുള്ളത്. അടുത്തത് പ്രഭാ ഖേതാൻ്റെ ആത്മകഥ അന്യാസി അനന്യ. അന്യാസി അനന്യ പ്രഭാകേതൻ്റെ ആത്മകഥയാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതും ഒരുപാട് തവണ എക്സാംസിൽ ചോദിച്ചതുമായിട്ടുള്ളൊരു ആത്മകഥയാണ്. പ്രഭാഖേതാൻ അന്യാസി അനന്യ. പബ്ലിഷായ ഇയർ 2010. അനിത രാകേഷ് സത്തരേം ഓർ സത്തരേം. അനിത രാകേഷിൻ്റെ ആത്മകഥയാണ് സത്തരേം ഓർ സത്തരേം. नेक्स्ट चंद्रकांता. चंद्रकांता की आत्मकथा का नाम है हाशिए की इबारतें. हाशिए की इबारतें चंद्रकांता की आत्मकथा है. नेक्स्ट മമത കാലിയുടെ കിത്തനെ ഷഹരോ മേ കിത്തനി ബാർ. മമത കാലിയുടെ ആത്മകഥയുടെ പേരാണ് കിത്തനെ ഷഹരോ മേ കിത്തനി ബാർ. പബ്ലിഷ് ചെയ്ത ഇയർ 2010. അടുത്ത ആത്മകഥ മനു ഭണ്ഡാരിയുടേതാണ്. മനു ഭണ്ഡാരി രണ്ട് പാർട്ടായിട്ടാണ് അവരുടെ ആത്മകഥ എഴുതിയിട്ടുള്ളത്. ഒന്ന് ഏക് കഹാനി യഹ്ബി. ഏക് കഹാനി യഹ്ബി. അടുത്തത് കലി യഹ്ബി. ഏക് കഹാനി യഹ്ബി എന്നും കലി യഹ്ബി എന്ന പേരിലാണ് മനു ഭണ്ഡാരി അവരുടെ ആത്മകഥ പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്ത ഇയർ 2007. 2007-ലാണ് അവർ ഈ രണ്ട് ആത്മകഥകളും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മൈത്രി പുഷ്പയുടെ കസ്തൂരി കുണ്ടലി ബസെ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആത്മകഥയാണ്. മൈത്രേ പുഷ്പയുടെ കസ്തൂരി കുണ്ടലി ബസെ 2002-ലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ള വേറൊരു പാർട്ടും കൂടി ഉണ്ട് അവരുടെ ആത്മകഥ ഗുഡിയ ബീത്തർ ഗുഡിയ. അത് 2012-ലാണ് പബ്ലിഷ് ചെയ്തത്. മൈത്രേ പുഷ്പേൻ്റെ രണ്ട് ആത്മകഥകളാണുള്ളത്, ഗുഡിയ ബീത്തർ ഗുഡിയയും കസ്തൂരി കുണ്ടലി ബസയും. ദെൻ രമണിക ഗുപ്ത. രമണിക ഗുപ്തയുടെ ഹാദസെ ഓർ അബ്ഹുദരി. ഹാദസെ എന്ന് പറഞ്ഞ ഒരു പാർട്ടും അബ്ഹുദരി എന്നൊരു സെക്കൻഡ് പാർട്ടും. ഹാദസെ 2005-ലാണ് പബ്ലിഷ് ആയത്. അബ്ഹുദരി 2014-ലാണ് പബ്ലിഷ് ആയത്. നെക്സ്റ്റ് ചന്ദ്രകിരൺ സോൻറിക്സയുടെ പിഞ്ചരേമേ മൈന. പിഞ്ചരേമേ മൈന. ചന്ദ്രകിരൺ സോൻറിക്സ. ഈ ആത്മകഥ 2010-ലാണ് പബ്ലിഷ് ആയത്. നെക്സ്റ്റ് ജോഹര സെഹഗലിൻ്റെ കരീബ് സേ. ജോഹര സെഹഗലിൻ്റെ കരീബ് സേ. ഇത് 2013 ഈസ്വിയിലാണ് പബ്ലിഷ് ആയിട്ടുള്ളത്. അഗല ഹെ രാജി സേഠ്. രാജി സേഠ് की
ജഹാംസെ ഉജാസ് എന്ന പേരിൽ രാജി സേഠ് അവരുടെ ആത്മകഥ എഴുതി. അത് പബ്ലിഷ് ചെയ്ത ഇയർ 2013. ലാസ്റ്റ് വൺ നിർമ്മല ജൈൻ കി ജമാനെ മേ ഹം എന്ന പേരിൽ നിർമ്മല ജൈനാണ് തൻ്റെ ആത്മകഥ എഴുതിയിട്ടുള്ളത്. അത് പബ്ലിഷ് ചെയ്ത ഇയർ 2015. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആത്മകഥകൾ 2010 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പലതിനും സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഒരു റൈറ്റർ തന്നെ 2 പാർട്ടായിട്ട് അവരുടെ ആത്മകഥ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ആത്മകഥയും അതിൻ്റെ റൈറ്റേഴ്സിൻ്റെ പേര് ഓർത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പലതവണ പല എക്സാംസിലും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇത്രയുമാണ് ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത വനിതാ എഴുത്തുകാരികളെയും അവരുടെ ആത്മകഥകളെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഈ വീഡിയോ നെറ്റ്, സെറ്റ്, കേട്ടിട്ട് തുടങ്ങിയ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद.